ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ഒരു സ്നാക്സ് ആക്കി ഉണ്ടാക്കാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ചീസി ചിക്കൻ റോൾ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു റോളർ വെച്ചിട്ട് ഒന്ന് മെല്ലെ, നമ്മൾ ഒരുപാട് ബലം പിടിച്ച് വേണ്ട, ഇതെല്ലാം പൊടിഞ്ഞു പോകും. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. എനിക്കത് കിട്ടിയിട്ടില്ല. അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ മേടിച്ചാൽ മതി. അതായത് പരത്തി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ അരികെല്ലാം, ഈ ബ്രൗൺ കളറായ ഭാഗമെല്ലാം ഒന്ന് മുറിച്ച് മാറ്റാം. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. ഇത് പൊട്ടാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പഴയ ബ്രെഡ് എടുക്കരുത്. ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഫ്രഷ് ബ്രെഡ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസമൊക്കെ പഴക്കായാലും പ്രശ്നമില്ല, പക്ഷേ അധികം 2-3 ദിവസമായ ബ്രെഡ് കഴിവതും ഒഴിവാക്കുക. കാരണം നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ആ ബ്രെഡിൻ്റെ അരികൊക്കെ മുറിച്ചത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാൻ ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് കീറിയിട്ടാലും മതിയാവും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂണ് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഈ മയോണൈസ് ഇതിനകത്തേക്ക് നന്നായിട്ട് നമ്മൾ ഈ ചിക്കൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. ഞാൻ മൊസറല്ല ചീസാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ചെഡാർ ചീസോ അല്ലെങ്കിൽ നമ്മൾ സ്ലൈസ്ഡ് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ മൊസറല്ലയാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ചീസും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ചീസ് ധാരാളം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓവറാവണ്ട, എന്നാലും നിങ്ങൾക്ക് ചീസ് കുറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ അത്ര ഇട്ടോളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ ഭാഗമെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ നമ്മളിങ്ങനെ മുറിച്ച് വെച്ച ആ സ്ലൈസിൻ്റെ ഭാഗമല്ലേ, ആ അരിക്, അതൊക്കെ തന്നെ കൂടി പൊടിച്ചാൽ മതി. ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചാൽ നല്ല ക്രിസ്പായി കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പരത്തി വെച്ച ബ്രെഡിലേക്ക് നമ്മുടെ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് റോളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക. ഇത് നമ്മൾ അരി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൈദേൻ്റെ വെള്ളം തൊട്ടിട്ട് ആ ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം ഒന്ന് സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് അപ്പം തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗം കൂടി വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗം കൂടി നമുക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയപ്പോൾ ആ ഫില്ലിങ് പുറത്ത് വരാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൊണ്ടുവരാം. എൻ്റെ അടുത്ത് 1-2 പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കൊരു വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1-2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾ ബ്രെഡ് എത്ര കൂടുതലെടുക്കുന്നു അത്രയും മുട്ട എടുത്തോളൂ. നമുക്കിത് ബ്രെഡ് ഇതിനകത്തൊക്കെ കോട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് 2 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു കുറച്ച് ബ്രെഡ് ജാസ്തി എടുക്കുന്നെങ്കിൽ മുട്ടയും കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോൾ നമുക്ക് ഈ 2 മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട്, വേറെ അതിനകത്ത് ഉപ്പൊന്നും ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ റോള് മുക്കുക. ആ റോൾ അതിൽ നിന്ന് മുക്കിയിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ബ്രെഡെല്ലാം ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നോക്കിയാൽ എല്ലാം ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് അതെടുത്തോളൂ. ഇതിപ്പോൾ തവിട് എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം നിങ്ങളിത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ ഇതെല്ലാം കരിഞ്ഞു പോകും. നമ്മൾ ഒന്ന് ക്രിസ്പി ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പെട്ടെന്ന് കരിയാൻ സാധ്യത. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കൊന്ന് ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന്
എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ റോളും ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ട്രൈ ചെയ്യുന്നത് സോസിൻ്റെ കൂടെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.